Dear students, welcome to real analysis class. Okay, നമ്മൾ ഡിസ്കസ് ചെയ്തത് കോഷി സീക്വൻസ് ആണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞു. കോഷി സീക്വൻസ് അല്ലാത്ത സീക്വൻസിന് എക്സാമ്പിൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ കോഷി സീക്വൻസുകളും കൺവേർജൻ്റ് ആണ്. തിരിച്ച് എല്ലാ കൺവേർജൻറ്റ് സീക്വൻസുകളും കോഷിയാണ്. sequence of real number is convergent if and only if it is Cauchy. ഇതാണ് നെക്സ്റ്റ് തിയറം. അപ്പോൾ ആ തിയറത്തിൻ്റെ മുന്നേ നമുക്ക് ലെമ്മ, തിയറത്തിലേക്ക് വേണ്ട റിസൾട്ട്, അതിനാണ് ലെമ്മ എന്ന് പറയുക. ലെമ്മ നമുക്ക് 3.5.3 നോട്ട് ചെയ്തത് നല്ലതാണ്. തേർഡ് ചാപ്റ്ററിലെ 5.3 ലെമ്മയാണ് നമ്മൾ പറയുന്നത്. let x equal to x and be a convergent sequence of real numbers, then xn is a Cauchy sequence. Every convergent sequence is a Cauchy sequence. വേണമെങ്കിൽ that is every convergent sequence is a Cauchy sequence എന്ന് പറയാം. every convergent sequence is a Cauchy sequence. വളരെ ഈസിയാണ് പ്രൂഫ്. let epsilon greater than 0 okay, let epsilon greater than 0 ഞാൻ ആർബിട്രറി ആയിട്ട് എടുത്തു വെച്ചു. അങ്ങനെയാണെങ്കിൽ since xn is a Cauchy sequence, for the above epsilon greater than 0, there exists h of epsilon belongs to natural numbers such that for every n comma m greater than or equal to every convergent sequence is a Cauchy sequence എന്നാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? കൺവേർജൻ്റ് ആണ് അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂഫ് എങ്ങനെ പറയാം? ഓക്കെ, പ്രൂഫ് സപ്പോസ് x equal to xn is a convergent sequence. To prove that x equal to xn is a Cauchy sequence to prove ചെയ്യണം. അതിന് ഞാൻ epsilon arbitrary ആയിട്ട് എടുത്തു വെച്ചു. ഓക്കെ, let epsilon greater than 0 be arbitrary. Since x equal to xn is convergent, okay, ഓക്കെ, കൺവേർജൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും? ഒരു എക്സ് ഉണ്ടാവും. Okay, since x equal to xn is a convergent sequence, let x equal to limit of capital X. ലിമിറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് എന്താണ്? ഒരു കൺവേർജന്റ് സീക്വൻസ് ആയതുകൊണ്ട് അതിനൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അതിന് ഞാൻ എന്തെന്ന് വിളിച്ചു? ലെറ്റ് ലിമിറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എക്സ്, സ്മോൾ എക്സ്, സേ ഒരു നാം പേര് കൊടുത്തതാണ്. ലിമിറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സിന് സ്മോൾ എക്സ് എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ then for the above epsilon greater than 0, there exists a k of epsilon by 2. k depending on epsilon by 2. ഈ epsilon greater than 0 ആണെങ്കിൽ epsilon by 2 greater than 0 ആയിരിക്കും. epsilon by 2 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഒരു നാച്ചുറൽ നമ്പർ k കണ്ടെത്താൻ പറ്റും. such that let's say k epsilon by 2 belongs to n such that modulus of xn minus x less than epsilon by 2 for every n greater than or equal to k of epsilon by 2 ഇങ്ങനെ ഉണ്ടാവും. choose h of epsilon is equal to k of epsilon by 2. അപ്പോൾ കോഷി സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു എച്ച് ഓഫ് എപ്സിലോൺ എന്നൊരു നാച്ചുറൽ നമ്പർ വേണം.
ഞാൻ അതായിട്ട് ആ സ്റ്റേജായിട്ട് എച്ച് എന്നൊരു സ്റ്റേജ് കിട്ടണമല്ലോ, ആ സ്റ്റേജായിട്ട് എന്ത് തന്നെ മതി, കൺവേർജൻസിലൂടെ കിട്ടി. എക്സ് ഈക്വൽ ടു എക്സ് എൻ കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലോ അസംഷൻ. കൺവേർജൻസിൽ നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് എക്സ് എക്സ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതൊരു എപ്സിലോണിനും ഒരു സ്റ്റേജ് കെ കിട്ടുമല്ലോ. ആ സ്റ്റേജ് തന്നെ മതി എന്തിന്, കോഷി സീക്വൻസ് ആണ് തെളിയിക്കാനുള്ള എച്ച് എന്ന് പറഞ്ഞത് എന്തായിട്ട് തന്നെ എടുത്താൽ മതി, കൺവേർജൻസിലെ കെ തന്നെ മതി നമുക്ക് കോഷിയിലെ എച്ച് ആയിട്ട്. ഓക്കെ, അപ്പോൾ എച്ച് ആയിട്ട് കെ തന്നെ എടുത്താൽ വർക്ക് ചെയ്തോളൂ. നോക്കുക, വർക്ക് ചെയ്യുമോ നോക്കുക. എച്ച് ഓഫ് എപ്സിലോൺ ഈക്വൾ ടു കെ ഓഫ് എപ്സിലോൺ ബൈ 2 എടുത്താൽ ദെൻ ഫോർ എവരി എൻ കോമ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എമ്മിന് എനിക്ക് ഇങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് എക്സ് മൈനസ് എക്സ് എം. എക്സ് എക്സും ക്യാൻസലായി പോയിക്കോളൂ, അപ്പോൾ എക്സ് എൻ മൈനസ് എക്സ് എം വരും, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് മൈനസ് എക്സ് എമ്മിന് എനിക്ക് എക്സ് എം മൈനസ് എക്സ് എന്ന് എഴുതാം. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. മോഡ് എക്സ് മൈനസ് എക്സ് എമ്മിന് എന്തെന്നാക്കുക, അത് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി പ്രകാരം മോഡ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് മൈനസ് എക്സ് എം. മോഡ് എക്സ് മൈനസ് എക്സ് എം എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് എം മൈനസ് എക്സ് തന്നെയാണ്. ഇനി നോക്ക്, എൻ ഗ്രേറ്റർ ദാൻ ഒക്കെ എച്ച് ആണ്. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക. ഇതൊന്നായിട്ട് for the above epsilon greater than 0 there is a case such that mod xn minus x less than epsilon by 2 for every n greater than or equal to k എന്നുള്ളതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. എന്തുകൊണ്ട്, എൻ കെനേക്കാൾ മുകളിലാവുമ്പോൾ. ഇവിടെ എൻ എച്ചിനേക്കാൾ മുകളിലാണ്, എച്ച് എന്ന് പറഞ്ഞാൽ കെ തന്നെയാണ്, അതുകൊണ്ട് എൻ കെനേക്കാൾ മുകളിലായതുകൊണ്ട് ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയി. ഇനി ഇതോ എക്സ് എം മൈനസ് എക്സോ. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ചില ആൾക്കാരുണ്ട് വെറും നൊട്ടേഷൻ മാത്രം ഇങ്ങനെ ഇതായിട്ട്, നൊട്ടേഷൻ നാം കാര്യമാണ് മനസ്സിലാക്കേണ്ടത്, എം എൻ എന്നൊന്നുമല്ല. ഇവിടെ എക്സ് എൻ മൈനസ് എക്സ് ഉണ്ടല്ലോ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2, അതുകൊണ്ട് ഇത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയി. ഇവിടെ എക്സ് എം മൈനസ് എക്സ് ഉണ്ടല്ലോ, അതിനെ പറ്റി ഇവിടെ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് എപ്സിലോൺ ബൈ 2 എന്ന് എഴുതാൻ പറ്റില്ല. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്ന് കാര്യം മനസ്സിലാക്കേണ്ടത് എക്സ് എൻ മൈനസ് എക്സ് മാത്രമല്ല ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറഞ്ഞാൽ, മോഡ് എക്സ് പി മൈനസ് എക്സും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. എപ്പോൾ പി ഗ്രേറ്റർ ദാൻ കെ ആവുമ്പോൾ, പി സ്മോൾ പി ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ കെ ആവുമ്പോൾ എക്സ് പി മൈനസ് എക്സും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണെന്ന് മനസ്സിലാക്കണം. ഇതിൽ നിന്ന് എല്ലാ എക്സ് പി മൈനസ് എക്സും, എക്സ് എൽ മൈനസ് എക്സും, എക്സ് സഫിക്സ് എൽ എടുത്താൽ എക്സ് എൽ മൈനസ് എക്സ്, പിന്നെ എക്സ് സഫിക്സ് സെഡ് എടുത്താൽ എക്സ് സെഡ് മൈനസ് എക്സ്, ഇതൊക്കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ് എപ്പോൾ സെഡ് ഗ്രേറ്റർ ദാൻ കെ ആവുമ്പോൾ. അതേപോലെ ഇവിടെ എം ഗ്രേറ്റർ ദാൻ എച്ച് ആവുമ്പോൾ, എം ഗ്രേറ്റർ ദാൻ എച്ച് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി എം ഗ്രേറ്റർ ദാൻ കെ ആയി, എച്ച് കെ ആണ്. എം ഗ്രേറ്റർ ദാൻ കെ ആയാൽ എക്സ് എം മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്, ഇതും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ട ബ്രാക്കറ്റിൽ എഴുതേണ്ട ബൈ 1, ഇക്വേഷൻ നമ്പർ 1 പ്രകാരമാണ് അത്, വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. സോ എന്ത് കിട്ടി നമുക്ക്, ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ഗോട്ട് ആൻ എച്ച് ഓഫ് എപ്സിലോൺ സച്ച് ദാറ്റ് എന്ത് കിട്ടി. So for epsilon greater than 0 we got h of epsilon belongs to n such that for every n comma m greater than or equal to h mod xn minus xm less than epsilon. Therefore xn is a Cauchy sequence. xn is a Cauchy sequence. Therefore every convergent sequence is a Cauchy sequence. Every convergent sequence is a Cauchy sequence. ഓക്കെ, അപ്പോൾ ഇതാണ് ലെമ്മ 3.5.3. ഇനി നമുക്ക് വേറൊരു ലെമ്മയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ലെമ്മ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് തിയറത്തിലേക്ക് ആവശ്യമുള്ള കാര്യമാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് ഇറ്റ്സെൽഫ് വേറൊരു തിയറാണ്, ലെമ്മ അല്ല റിസൾട്ടാണ്. ഇത് മാത്രമായിട്ട് എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് വലിയ തിയറം ചോദിക്കാം. വലിയ തിയറത്തിലേക്ക് ഇത് രണ്ടും ആവശ്യമുണ്ട്, ഈ രണ്ട് ലെമ്മയും ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത ലെമ്മ 3.5.3 കഴിഞ്ഞാൽ 3.5.4 ലെമ്മ പറയുന്നത് നമുക്കറിയാം എല്ലാ കൺവേർജൻറ്റ് സീക്വൻസുകളും ബൗണ്ടഡ് ആണ്. സിമിലർലി എല്ലാ കോഷി സീക്വൻസും എന്താണ്, ബൗണ്ടഡ് ആണ്. എല്ലാ കോഷി സീക്വൻസും ബൗണ്ടഡ് ആണ്. എവരി കോഷി സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് ബൗണ്ടഡ്. എ കോഷി സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് ബൗണ്ടഡ്. എങ്ങനെ പ്രൂവ് ചെയ്യുക? വളരെ ഈസിയാണ് പ്രൂഫ്. കൺവേർജൻറ്റ് സീക്വൻസ് ബൗണ്ടഡ് ആണെന്നുള്ള പ്രൂഫ് ശരിക്കും മനസ്സിലാക്കി പഠിച്ച ആൾക്കാർക്ക് ഇത് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു എക്സ് എൻ ഈക്വൽ ടു എന്നൊക്കെ എടുക്കുക. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എക്സ് എൻ ബി എ കോഷി സീക്വൻസ് ടു പ്രൂവ് ദാറ്റ് എക്സ് ഈസ് ബൗണ്ടഡ്. Let epsilon is equal to 1. എപ്സിലോൺ ആയിട്ട് 1 എടുക്കുക.
since x equal to xn is a Cauchy sequence for the above epsilon equal to 1 greater than 0, there exists an h of epsilon belongs to n such that modulus of xm minus xn less than epsilon, that is 1, for every n comma m greater than or equal to h of epsilon. അങ്ങനെ കിട്ടും. വിച്ച് ഇംപ്ലൈസ് എം ആയിട്ട് എനിക്ക് എന്തെടുക്കുക, എം ആയിട്ട് എക്സ് എൻ മൈനസ് എക്സ് എം ആയിക്കോട്ടെ, എക്സ് എൻ മൈനസ് എക്സ് എം. എം ആയിട്ട് എനിക്ക് ആരെ എച്ചോ അതിൻ്റെ മുകളിലുള്ള ആരെ വേണമെങ്കിലും എടുക്കാം. ഇൻ പർട്ടിക്കുലർ ഞാൻ എച്ചിനെടുത്ത് എച്ച്, ഓക്കെ, ദേർ എക്സിസ്റ്റ് എച്ച് എന്ന് എഴുതുന്നോളൂ. ഞാൻ ഒരു എനിക്കിവിടെ ആവശ്യത്തിന് വേണ്ടി ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ എച്ച് എന്ന് എഴുതുന്നുള്ളൂ ഫോർ എവരി എൻ എം ഗ്രേഡ്. ക്ലിയർലി ഇത് അണ്ടർസ്റ്റുഡ് ആണ്. എച്ച് ഡിപ്പെൻഡിങ് ഓൺ എപ്സിലോൺ തന്നെയാണ്. എച്ച് ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ എച്ച്. അങ്ങനെയാണെങ്കിൽ ഞാൻ എം ആയിട്ട് എനിക്ക് എച്ചോ അതിൽ കൂടുതലോ എത്ര വേണമെങ്കിലും എടുക്കാം. എച്ച് 100 ആണെങ്കിൽ 100, 101, 102, 103 അതൊക്കെ എടുക്കാം. അപ്പോൾ 100, 101, 102 ഒക്കെ എടുക്കുക. 100ഉം ഇൻ പർട്ടിക്കുലർ എടുക്കുക. അപ്പോൾ എം ആയിട്ട് ഞാൻ 100 എടുക്കുന്നു. മോഡ് എക്സ് എൻ മൈനസ് എക്സ് എച്ച് ലെസ് ദാൻ 1 ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. ഇനി എനിക്ക് ഇവിടുന്ന് കിട്ടും മോഡ് എക്സ് എൻ മൈനസ് മോഡ് എക്സ് എച്ച് ലെസ് ദാൻ 1 ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. നമുക്കറിയാം ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി, മോഡുലസ് ഓഫ് എ മൈനസ് മോഡുലസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ മോഡ് എ മൈനസ് ബി. മോഡുലസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി എന്നുള്ള റിസൾട്ട്. വിച്ച് ഇംപ്ലൈസ് മോഡ് എക്സ് എൻ ലെസ് ദാൻ 1 പ്ലസ് മോഡ് എക്സ് എച്ച്, 1 പ്ലസ് മോഡ് എക്സ് എച്ച് ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. ഇനി നോക്ക്, നമുക്ക് എന്താ കിട്ടേണ്ടത്? ബൗണ്ടഡ് എന്നല്ല കിട്ടേണ്ടത്. ബൗണ്ടഡ് എന്ന് എപ്പോഴാണ് കിട്ടുക? ഒരു സീക്വൻസ് എപ്പോഴാണ് ബൗണ്ടഡ് ആവുക? there exists an m greater than 0, capital M greater than 0 such that modulus of xn less than or equal to m for every n. എല്ലാ ടേമും ഒരു സ്റ്റേജിന് ശേഷം പോരാ, എല്ലാ ടേമും സീക്വൻസിലെ എല്ലാ ടേമും, ടെയിൽ പാർട്ട് മാത്രം പോരാ, എല്ലാ ടേമും ഒന്നാമത്തെ ടേം മുതൽ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന എല്ലാ ടേമും ഒരു ഏതെങ്കിലും ഒരു വലിയൊരു നമ്പറിനേക്കാൾ ചെറുതായിരിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1/n നമുക്കറിയാലോ, 1/nലെ എല്ലാ ടേമും 1നേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ 2നേക്കാൾ കുറവാണ്. അപ്പോൾ 2 ഒക്കെ ഒരു അപ്പർ ബൗണ്ടാണ്. അതുകൊണ്ട് തന്നെ 1/n എന്ന സീക്വൻസ് ബൗണ്ടഡാണ്. അതേപോലെ ബൗണ്ടഡ് ആവണമെങ്കിൽ നമുക്ക് എന്താ പറയുക, എല്ലാ ടേമും ഒരു നമ്പറിനേക്കാൾ ചെറുതായിരിക്കണം. അങ്ങനെ ഒരു എം നമുക്ക് കണ്ടെത്താൻ പറ്റണം. പക്ഷേ ഇവിടെ നമുക്ക് ഏകദേശം കിട്ടി. എക്സ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് നമ്പറാണ്. എച്ച് എന്താ? നമ്മളെ കൺവേർജൻസിൽ അപ്സിലോൺ 1 ഫിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു എച്ച് അപ്സിലോൺ എച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് നമ്പർ കിട്ടും. 100 കിട്ടിയായിരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? 100th ടേമാണ്. ഒരു സീക്വൻസിൽ 100th ടേം എന്ന് പറഞ്ഞാൽ അതൊരു ഫിക്സഡ് നമ്പറാണ്. √2ഓ 1/√2ഓ 1.7ഓ അങ്ങനെ എന്തോ ഒരു നമ്പർ, ഒരു ഫിക്സഡ് നമ്പറാണത്. അപ്പോൾ ഇതൊരു ഫിക്സഡ് നമ്പറാണ്. 1ഉം ഫിക്സഡ് നമ്പറാണ്. 1 പ്ലസ് ആ നമ്പർ 1 പ്ലസ് 1.7 ആണെങ്കിൽ 2.7 എന്ന് കിട്ടും. എല്ലാ ടേമും 2.7നേക്കാൾ കുറവാണ്. ആഫ്റ്റർ 100ന് ശേഷമുള്ള എല്ലാ ടേമും 2.7നേക്കാൾ കുറവാണ്. ഇവിടുന്ന് പറയുന്നത് എന്താ വെച്ചാൽ മോഡ് എക്സ് എൻ ഒക്കെ 2.7നേക്കാൾ കുറവാണ് ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100. 100ന് ശേഷമൊക്കെ ശരിയാ. പക്ഷെ 100ന്റെ മുന്നേ വലിയ സംഖ്യകളൊക്കെ ഉണ്ടെങ്കിലോ 1 crore 10 crore ഒക്കെ 100ന്റെ മുന്നേ ഫസ്റ്റ് 100th ടേം തോന്നിയ പോലെ വലുതായി പോവുകയാണെങ്കിലോ, പക്ഷെ അത് നമ്മളെ കയ്യിൽ ഒതുങ്ങുന്നതാണ്. 1 മുതൽ 99 വരെയുള്ള എക്സ് എച്ച് -1 വരെയുള്ള, ദാറ്റ് ഈസ് എച്ച് 100 ആണെങ്കിൽ 99 വരെയുള്ള x1 മുതൽ x99 വരെയുള്ള എല്ലാ ടേമും എടുക്കുക. അതൊരു ഫൈനൈറ്റാണ്. അത് എത്ര വലിയ ആൾക്കാരായാലും അതിൻ്റെ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റും. ഫൈനൈറ്റ് സെറ്റിൻ്റെ മാക്സിമം എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മാക്സിമം എടുക്കുക, എന്നിട്ട് ഇതും എടുക്കുക, എന്നിട്ട് അതിൻ്റെ മാക്സിമത്തിനെ എം എന്ന് വിളിച്ചാൽ എല്ലാ എക്സനും അതിനേക്കാൾ ചെറുതായിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലെറ്റ് ക്യാപിറ്റൽ എം ഈക്വൽ ടു മാക്സിമം ഓഫ് ആരൊക്കെ? മോഡ് x1, മോഡ് x2 എക്സെട്ര മോഡ് XH-1 കോമ പിന്നെ ഈ 1 പ്ലസ് മോഡ് XHും 1 പ്ലസ് മോഡ് XH ഇത്ര എണ്ണത്തിൻ്റെ മാക്സിമം എം എന്ന് വിളിച്ചാൽ ദെൻ മോഡുലസ് ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഫോർ എവരി n എലമെന്റ് ഓഫ് n. Therefore xn ഈസ് ബൗണ്ടഡ്. Therefore every Cauchy sequence is bounded. Every Cauchy sequence of real numbers is
ബൗണ്ടഡ്. ഈ പ്രൂഫ് നിങ്ങൾ കൺവേർജൻറ്റ് സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന പ്രൂഫ് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് അതേപോലെ തന്നെയാണ് ഏകദേശം പ്രൂഫ്.